നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് കേരള PSC ഇന്ന് നടത്തിയ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ തസ്തികയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് നൽകുന്നത്. ആദ്യത്തെ ചോദ്യം: കേരളത്തിൽ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ. ഉത്തരം ഓപ്ഷൻ സി, കെ വാസുദേവൻ പിള്ള. താഴെ പറയുന്നവയിൽ റാണി ഗൗരി ലക്ഷ്മിഭായിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഉത്തരം ഓപ്ഷൻ ബി, 2ഉം 4ഉം. സെക്രട്ടേറിയറ്റ് സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. അടിമ വ്യാപാരം തിരുവിതാംകൂറിൽ നിർത്തലാക്കി. ജപ്പാൻ റഷ്യയെ ആക്രമിച്ച വർഷം. ഉത്തരം ഓപ്ഷൻ സി, 1904. മലബാർ ലഹളയ്ക്ക് ഇടയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് ഇതിൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. വിഷവൃക്ഷം എന്ന നോവൽ രചിച്ചത് ഇവരിൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം. ഉത്തരം ഓപ്ഷൻ ബി, മുസരീസ്. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ദാമോദർ. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടെ? ഉത്തരം ഓപ്ഷൻ സി, താരാപൂർ. ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, സ്ട്രാറ്റോസ്ഫിയർ. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമേത്? ഉത്തരം ഓപ്ഷൻ സി, മെർക്കുറി ബാരോമീറ്റർ. ലോക ഭൗമദിനം ആഘോഷിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, ഏപ്രിൽ 22. പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ഓപ്ഷൻ ബി. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി മഹലനോബിസ് കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. സാംഖ്യ എന്ന ജേണൽ ആരംഭിച്ചത് മഹലനോബിസ് ആണ്. ഇവയെല്ലാം ശരിയാണ്. ഭൂപരിഷ്കരണത്തിൻ്റെ ഭൂപരിധി നിശ്ചയിക്കൽ എന്ന നടപടിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി, 2, 4 ശരിയാണ്. ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരമാവധി അളവ് നിശ്ചയിക്കുക. ഭൂ ഉടമസ്ഥത കുറച്ചു പേരിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് ഒഴിവാക്കുക. നീതി ആയോഗിൻ്റെ ഭരണപരിഷ്കരണ വിഭാഗം വിവിധ മേഖലകളിലെ ഭരണത്തിൽ ദീർഘകാലവും വ്യവസ്ഥാപിതവുമായ പരിവർത്തനത്തിന് ഉത്തരവാദിയാണ്. 2047 ഡേഷ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായകമായ ഘടനാപരവും പരസ്പര വിരുദ്ധമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനായി 2025 ഏപ്രിൽ 3 ഈ വിഭാഗം സ്ഥാപിതമായി. ഉത്തരം ഓപ്ഷൻ എ, വികസിത് ഭാരത്. ഉദാരവൽക്കരണവുമായി ബന്ധമില്ലാത്ത നയം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് ബന്ധമില്ലാത്തത്. ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചുകൊണ്ടുവരിക. ചെറുകിട വ്യവസായ മേഖലയിൽ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒട്ടേറെ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ സംവരണം ഗവൺമെൻറ് ഇല്ലാതാക്കി. കമ്പനി നികുതി നിരക്ക് കുറച്ചു. ഇവയെല്ലാം ശരിയാണ്. ഗാട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായി 1995 നിലവിൽ വന്ന സംഘടന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ലോക വ്യാപാര സംഘടന. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടു. ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, 1, 2, 4. ഭരണഘടനാ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മൗലികാവകാശത്തെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഒരു രാജ്യത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ഭരണഘടന സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങൾ. ഇന്ത്യൻ പാർലമെൻറ്റിനെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, പ്രസ്താവന 1, 2 ശരിയാണ്. ഇന്ത്യയുടെ കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്.
ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങൾ തമ്മിലും തർക്കങ്ങൾ ഉടലെടുത്താൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ്. ഉത്തരം ഓപ്ഷൻ ഡി ഉത്ഭവാധികാരം. രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ് ഉൾപ്പെടാത്തത്. മന്ത്രിസഭാ ഉപദേശം സ്വീകരിക്കാതെ തിരിച്ചയക്കൽ, പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ കൈവശം വയ്ക്കൽ അല്ലെങ്കിൽ തിരിച്ചയക്കൽ, പൊതു തെരഞ്ഞെടുപ്പിനു ശേഷം ഒരു പാർട്ടിക്കും അല്ലെങ്കിൽ മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കൽ എന്നിവ വിവേചനാധികാരത്തിൽ ഉൾപ്പെടുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പട്ടികയിലാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ശരിയായി ക്രമപ്പെടുത്തിയത്? ഉത്തരം ഓപ്ഷൻ ബി പ്രതിരോധം, ആണവോർജം, തുറമുഖങ്ങൾ, വിദേശകാര്യം. പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി. ഉത്തരം ഓപ്ഷൻ സി പി.കെ. തുങ്കൻ കമ്മിറ്റി. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തതേത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉൾപ്പെടാത്തത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകൽ, വോട്ടർ പട്ടിക പരിഷ്കരിക്കൽ, രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ചിഹ്നം അനുവദിക്കൽ എന്നിവ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകളിൽ പെട്ടതാണ്. പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി ലോക് ഭവൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിലെ ആരോഗ്യമേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി രണ്ട് മാത്രമാണ് തെറ്റായ പ്രസ്താവന. കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്നതും ദേശീയ ശരാശരിയേക്കാൾ കൂടുതലുമാണ്. ആശ്വാസം എന്ന സംരംഭം ആർദ്രം മിഷൻ്റെ ഭാഗമായി വരുന്നതാണ്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായുള്ള ചങ്ങാതി എന്ന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതു വിഭാഗത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കുടിയേറ്റ തൊഴിലാളികൾക്കായുള്ള പ്രത്യേക സാക്ഷരതാ പരിപാടി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉത്തരം ഓപ്ഷൻ സി 1, 2 എന്നിവ ശരിയാണ്. ഒരു സാമ്പത്തിക വർഷം 100-ൽ കുറയാത്ത തൊഴിൽ ദിനങ്ങളാണുള്ളത്. കേരള ട്രൈബൽ പ്ലസ് എന്ന പദ്ധതി MGNREGS കൂടാതെ അധികമായി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തൊഴിലുറപ്പ് പ്രദാനം ചെയ്യുന്നു. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്താദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ശ്രീ കെ സോമപ്രസാദ്. പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം. ഉത്തരം ഓപ്ഷൻ എ സെറിബെല്ലം. ഹെപ്പറ്റൈറ്റിസ് ബി പ്രധാനമായും ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കരൾ. കേരള സർക്കാർ നടപ്പിലാക്കിയ ആർദ്രം മിഷൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ജനസൗഹൃദപരമാക്കുക. താഴെ പറയുന്നവയിൽ ഒരു ജീവിതശൈലീ രോഗം അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മലേറിയ. വൈറ്റമിൻ B1ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ബെറിബെറി. 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി എല്ലാം ശരിയാണ്. ഊഷ്മാവ് കൂടിയാൽ ദ്രാവകങ്ങളുടെ പ്രതലബലം കുറയുന്നു. ഒരേ തരം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമാണ് കൊഹിഷൻ. കാപ്പിലറി ട്യൂബിൽ വെള്ളമെടുത്താൽ കേശിക ഉയർച്ചയാണ് ഉണ്ടാകുന്നത്. വ്യാസം 20 സെൻറ്റിമീറ്റർ ഉള്ള ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 5 സെൻറ്റിമീറ്റർ. താഴെ ഒരു പ്രസ്താവനയും ഒരു കാരണവും നൽകിയിരിക്കുന്നു. A, B, C, D ഇവയിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രസ്താവന: ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിൻ്റെ മൂല്യം ഭൂമധ്യരേഖയിൽ കുറവും ധ്രുവങ്ങളിൽ കൂടുതലുമായിരിക്കും. കാരണം ഭൂമധ്യരേഖയിലെ ഭൂമിയുടെ ആരം കൂടുതലും ധ്രുവങ്ങളിലെ ഭൂമിയുടെ ആരം കുറവുമാണ്.
ഉത്തരം ഓപ്ഷൻ ഡി. പ്രസ്താവനയും കാരണവും ശരിയാണ്, എന്നാൽ പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമാണ് നൽകിയിരിക്കുന്ന കാരണം. കേബിളുകളോ ടെലികോം ടവറുകളോ ഇല്ലാത്ത മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സേവനം നൽകാൻ ISRO രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. ബ്ലൂബേർഡ് 6. N2G plus 3H2G equals 2NH3G. Delta H equals -92.38 കിലോജൂൾ പെർ മോൾ എന്ന സന്തുലിത രാസപ്രവർത്തനത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ സി. 1, 3 മാത്രം ശരിയാണ്. ഇത് ഒരു താപമോചക രാസപ്രവർത്തനമാണ്. ഉയർന്ന മർദ്ദത്തിൽ കൂടുതൽ NH3 ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. താഴെ പറയുന്ന മെറ്റൽ ഓക്സൈഡ് സ്വഭാവ ജോഡിയിൽ തെറ്റായത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി. Na2O ആസിഡിക്. ഒരു മൂലകത്തിൻ്റെ അറ്റോമിക ഭാരം പൂർണ്ണസംഖ്യ ആകണമെന്നില്ല. കാരണം? ഉത്തരം ഓപ്ഷൻ എ. മൂലകങ്ങൾക്ക് ഐസോട്ടോപ്പുകളുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഗുണനിലവാരമില്ലാത്ത ഓറൽ കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള വിഷകരമായ സംയുക്തം? ഉത്തരം ഓപ്ഷൻ ഡി. ഡൈ എഥിലീൻ ഗ്ലൈക്കോൾ. മലയാളത്തിലെ തനത് നാടകവേദിക്ക് തനതായ സംഭാവന നൽകിയ കലാകാരനാണ്? ഉത്തരം ഓപ്ഷൻ എ. കാവാലം നാരായണ പണിക്കർ. നാടൻ ജീവിതത്തിൻ്റെ ഇടർച്ചയും പതർച്ചയും ആവിഷ്കരിക്കുന്ന ഇരവിക്കുട്ടിപ്പിള്ള പോര് ഏത് വിഭാഗത്തിൽപ്പെടുന്ന നാടൻ പാട്ടാണ്? ഉത്തരം ഓപ്ഷൻ ഡി. തെക്കൻ പാട്ട്. ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിൻ്റെ വേരുറപ്പിവിടെ പോൽ കാണുമോ വേറെങ്ങാനും. ഈ വരികൾ രചിച്ച കവി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായികതാരം ആരാണ്? ഉത്തരം ഓപ്ഷൻ സി. PR ശ്രീജേഷ്. താഴെ പറയുന്നവയിൽ ശരിയേത്? ഉത്തരം ഓപ്ഷൻ സി. 1ഉം 3ഉം ശരിയാണ്. ബാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാം 2025 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടി. ഇ. സന്തോഷ് കുമാറിൻ്റെ നോവലായ തപോമയിയുടെ അച്ഛൻ 2025 വയലാർ പുരസ്കാരം നേടി. അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം മാത്രമാണ് പറയുന്നത്. 51 ഓപ്ഷൻ ബി, 52 ഓപ്ഷൻ ഡി, 53 ഓപ്ഷൻ എ, 54 ഓപ്ഷൻ ബി, 55 ഓപ്ഷൻ എ, 56 ഓപ്ഷൻ സി, 57 ഓപ്ഷൻ ഡി, 58 ഓപ്ഷൻ സി, 59 ഓപ്ഷൻ ബി, 60 ഓപ്ഷൻ ഡി. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ദ വെദർ വാസ് എക്സ്ട്രീംലി ബാഡ്. ഡാഷ് ദ മാച്ച് വാസ് നോട്ട് ക്യാൻസൽഡ്. ഉത്തരം ഓപ്ഷൻ സി. നെവർദലെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്? ഉത്തരം ഓപ്ഷൻ സി. എവരി സ്കൂൾ ആൻഡ് കോളേജ് ഹാവ് എ പ്ലേ ഗ്രൗണ്ട്. രാധിക വിൽ അറ്റെയിൻ ഗുഡ് മാർക്സ്. ക്വസ്റ്റ്യൻ ടാഗാണ്. ഉത്തരം ഓപ്ഷൻ എ. വോണ്ട് ഷീ. വിശാൽസ് ഫാദർ ഈസ് ഗോയിങ് എബ്രോഡ്. ഡാഷ് എ മന്ത്. ഉത്തരം ഓപ്ഷൻ ഡി. 4. രാകേഷ് ഡാഷ് ആൻ അപ്പോയിൻമെൻറ്റ് ടു സീ ദ ഡോക്ടർ. ഇറ്റ് ഈസ് അറ്റ് 11 AM ടുമാറോ. ഉത്തരം ഓപ്ഷൻ എ. ഹാസ് മെയ്ഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് ദ ആൻറ്റോണിയം ഓഫ് ഒപ്റ്റിമിസം? ഉത്തരം ഓപ്ഷൻ ബി. പെസിമിസം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ഹാസ് ദ മീനിങ് ടു റിവീൽ ദ സീക്രട്ട്? ഉത്തരം ഓപ്ഷൻ എ. ടു സ്പിൽ ദ ബീൻസ്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെൽഡ് വേർഡ്. ഓപ്ഷൻ ഡി. ACCOMMODATION അക്കോമഡേഷൻ. ദി ട്രെയിൻ ഡാഷ് ദ സ്റ്റേഷൻ. ഉത്തരം ഓപ്ഷൻ എ. കാൾ അറ്റ്. വൺ ഹൂ ഈസ് ഡിവോട്ടഡ് ടു ദി പ്ലഷർ ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. ഉത്തരം ഓപ്ഷൻ ഡി. എപ്പിക്യൂർ. അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ശരിയായ പദം ഏത്? ഉത്തരം ഓപ്ഷൻ എ. ഐകമത്യം. എ ബേർഡ്സ് ഐ വ്യൂ എന്നതിനു തുല്യമായ മലയാള വാക്യം. ഉത്തരം ഓപ്ഷൻ ബി. ഒരു വിഹഗ വീക്ഷണം.
ചേർത്തെഴുതുക എൻ പ്ലസ് കിൽ. ഉത്തരം ഓപ്ഷൻ എ എങ്കിൽ. താഴെ തന്നിട്ടുള്ളവയിൽ പൂജക ബഹുവചനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി വൈദ്യർ. നദി എന്നർത്ഥം വരുന്ന പദമേത്? ഉത്തരം ഓപ്ഷൻ സി തടിനി. ഖണ്ഡനം വിപരീത പദം എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി മണ്ഡനം. രണ്ടു തലയും കൊളുത്തുക. ഈ ശൈലിയുടെ അർത്ഥമേത്? ഉത്തരം ഓപ്ഷൻ ഡി ഏഷണി പറയുക. ശരിയായ വാക്യമേത്? ഉത്തരം ഓപ്ഷൻ സി രാമനും രാജനും തമ്മിൽ കലഹമുണ്ടാക്കുന്നു. വിലമതിക്കാൻ വയ്യാത്തത് ഒറ്റപ്പദം എഴുതുക. ഉത്തരം ഓപ്ഷൻ എ അമൂല്യം. സ്ത്രീലിംഗ ശബ്ദമേത്? ഉത്തരം ഓപ്ഷൻ സി രാജ്ഞി. പ്രിസൺ വിഷയം ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടികയിലെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി സ്റ്റേറ്റ് ലിസ്റ്റ്. ശിക്ഷ, തടവുകാരുടെ അവധി സംബന്ധിച്ച കേസുകൾ പുനരവലോകനം ചെയ്യുന്ന സമിതിയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ജില്ലാ കളക്ടർ. കേരളത്തിൽ അവസാനമായി സ്ഥാപിച്ച സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിൻ്റെ പേര്? ഉത്തരം ഓപ്ഷൻ ഡി സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം, തവനൂർ, മലപ്പുറം. ഭരണനിർവഹണ ആവശ്യാർത്ഥം ജയിൽ വകുപ്പിനെ എത്ര മേഖലകളായി തിരിച്ചിട്ടുണ്ട്? ഉത്തരം ഓപ്ഷൻ ബി 3. ബന്ധുക്കളോടൊപ്പമോ മറ്റ് അനുയോജ്യമായ രീതിയിലോ സംരക്ഷിക്കാൻ കഴിയാത്ത എത്ര വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ ജയിലിൽ പ്രവേശിക്കപ്പെടുന്ന അമ്മമാരോടൊപ്പം കഴിയുവാൻ അനുവദിക്കും? ഉത്തരം ഓപ്ഷൻ സി 6. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരികയില്ല എന്ന് നിഷ്കർഷിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സെക്ഷൻ 8(1)(a). ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഒക്ടോബർ 12, 2005. ഇന്ത്യയിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ന്യൂഡൽഹി. ഇന്ത്യയിൽ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ സി ഡിസംബർ 10. വിവരാവകാശ നിയമപ്രകാരം ജീവൻ്റെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ അപേക്ഷ സമർപ്പിച്ചാൽ മറുപടി നൽകേണ്ട സമയപരിധി എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 48 മണിക്കൂർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 1993. താഴെ പറയുന്നവയിൽ കുട്ടികളുടെ അവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന കരാർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ CRC. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ന്യൂയോർക്ക്. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിൽ എത്ര അനുച്ഛേദങ്ങളുണ്ട്? ഉത്തരം ഓപ്ഷൻ എ 30. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. മാനസിക സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരിയാണ്. അസ്തിത്വബോധ ബുദ്ധിയെ വിശദീകരിക്കുന്ന വാചകം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും നേടുന്നത്. ഫ്രോയിഡിൻ്റെ സൈക്കോ ലൈംഗിക വികസന ഘട്ടത്തിൽ ധാർമ്മിക വികസനം ഏത് ഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ഫാലിക് ഘട്ടം. ജൈവിക അഭിപ്രേരണയെ പ്രധാനമായും നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമേതാണ്? ഉത്തരം ഓപ്ഷൻ എ ഹൈപ്പോതലാമസ്. സാമൂഹിക ഇടപെടലുകൾ ആവശ്യമായ സാഹചര്യങ്ങളിൽ ചുറ്റിലുമുള്ളവർ മോശമായി വിലയിരുത്തുമെന്ന ഭയം അനുഭവിക്കുകയും പൊതുവേദിയിൽ സംസാരിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് ഏത് ഉത്കണ്ഠാരോഗത്തിൻ്റെ ലക്ഷണമാണ്? ഉത്തരം ഓപ്ഷൻ സി സോഷ്യൽ ഫോബിയ.